ായാലും ശരി, ഭർത്താവായാലും ശരി, എൻ്റെ വീട്ടുകാരായ നാട്ടുകാരാരായാലും ശരി, ആരായാലും കൊല്ലുന്നവൻ ആരാണോ അവൻ അസുരനാണ്. അതിന് യാതൊരു സംശയമില്ല. പിന്നെ ബലാത്സംഗം ചെയ്യുക, ഇവർക്ക് കാമം കൂടുതലാണ്. ഈ ശിവനെയാണ് ആരാധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ശരീരം എന്ന് പറഞ്ഞാൽ മൊത്തം ശിവനാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ത്രിമൂർത്തികൾ വസിക്കുന്നുണ്ട്. കാരണം ഓരോ ആറ്റത്തിലും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ വൈഷ്ണവ ഘടകം, അതായത് വിഷ്ണു കണവും ശിവഗണവും ബ്രഹ്മഗണവും ഉണ്ട്. വിഷ്ണു ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ തുടിക്കുന്നതാണ് വിഷ്ണു എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ വാസസ്ഥാനം എന്ന് നമ്മുടെ പൊക്കിളാണ്, അതായത് നാഭി. ശിവന്റെ വാസസ്ഥാനം അറിയാമല്ലോ, ലിംഗമാണ്. അതാണ് ശിവലിംഗം. ലോകം മൊത്തം ആരാധിക്കപ്പെടും. ശിവൻ വസിക്കുന്ന ലിംഗത്തിലാണ്. പക്ഷെ മൂന്ന് ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റും. എല്ലാം നമുക്ക് ഒരുപോലെ അല്ലേ ഉള്ളൂ. പിന്നെ ചിലർക്ക് കൂടുതലും ലിംഗത്തോട് താല്പര്യം കാണും. കാരണം ഇന്നത്തെ കലിയുഗത്തിലാണല്ലോ. ഇന്നത്തെ കലിയുഗത്തില് എല്ലാവരും ശിവന്മാരാണ്. ആണുങ്ങളും മിക്കവാറും എനിക്കൊന്ന് 67% ആൾക്കാർ ലിംഗേശ്വരന്മാരാണ്, ശിവന്മാരാണ്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ മോഹിനികളാണ്, വിഷ്ണുവാണ്. അവർക്ക് കൂടുതലും വിഷ്ണു ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമല്ലോ, ഹൃദയത്തിലാണ്. അപ്പൊ ഹൃദയം ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മാറിടമാണ്. അത് കാണിക്കാനാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് താല്പര്യം. അപ്പൊ അവര് മോഹിനികളായിട്ട് പെണ്ണുങ്ങൾ നടക്കുന്നു, ആണുങ്ങൾ ശിവന്മാരായിട്ട് എന്താ പറയുക, ലിംഗേശ്വരന്മാരെ നടക്കും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഇനി ഇവരുടെ പ്രധാന സ്വഭാവം ഞാൻ പറഞ്ഞു. മറ്റുള്ളവരെ വെറുപ്പിക്കുക, ദ്രോഹിക്കുക, ബലാത്സംഗം ചെയ്യുക, കൊല്ലുക. അപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ അറിയാം ഇതെല്ലാം ആരാ ചെയ്യുന്നതെന്ന്. നിങ്ങൾ നോക്കിയോ, ഏത് അസുരന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞു. പിന്നീട് യുഗത്തിനെ കുറിച്ച് പറഞ്ഞ് 12,000 വർഷം കൂടിയതാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഓരോ യുഗത്തിലും ഭഗവാൻ അവതാരം എടുക്കും. ഈ സമയത്തെല്ലാം അസുരന്മാർ ആ സമയത്താണ് പ്രബലമാവുന്നത്. ഇപ്പൊ ഈ കലിയുഗത്തില് കൽക്കി ഭഗവാൻ അവതരിച്ചതിന് ശേഷമാണ് ഈ കഴിഞ്ഞ 21 വർഷമായിട്ടാണ് ഈ അസുരന്മാരെല്ലാം ഇത്രയധികം ശക്തി പ്രാപിച്ചത്. ഇനിയും അസുരന്മാരുടെ കുറെ സ്വഭാവങ്ങളെ കുറെ ആകൾ പറയാൻ പോയി. ഇതോടെ പറഞ്ഞിട്ട് നിർത്തി. ഇപ്പം തന്നെ 16 മിനിറ്റായി. അസുരന്മാരുടെ പൊതു സ്വഭാവം ഒന്ന്, അസത്യം. ഒരിക്കലും സത്യം പറയത്തില്ല. അവരെന്ത് തെറ്റിയതിൽ അവർ അംഗീകരിക്കുകയില്ല. അവരെപ്പോഴും കള്ളത്തരം. അവർ വാ തുറന്ന കള്ളത്തരം പറയുന്ന പല നേതാക്കന്മാരെയും ചില മന്ത്രിമാരെയും ഒക്കെ നമുക്കറിയാമല്ലോ. അസത്യമാണ്. രണ്ടാമത്തെ അഹങ്കാരം. ഇവർക്കുള്ള പോലെ അഹങ്കാരം വേറെ ആർക്കും ഇല്ല. ഇതെല്ലാം നെഗറ്റീവ് വാല്യാണ്. കാരണം ഇവർ ഇടത്തോട്ട് സഞ്ചരിക്കുന്നവരാണ്. ദേവന്മാർ എന്ത് ചെയ്യുന്നു അതിന്റെ എതിരെ ഇവർ ചെയ്യത്തുള്ളൂ. ദേവന്മാർ വലത്തോട്ട് മുണ്ടുകൊടുത്താൽ ഇവർ ഇടത്തോട്ട് മുണ്ടുകൊടുക്കും. ദേവന്മാർ വലത്തോട്ട് എഴുതുകയാണെങ്കിൽ അസുരന്മാർ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതും. അതുപോലെ പിന്നെ അഹങ്കാരം ഭയങ്കര കൂടുതലാണ്. ഇവരാര് പറഞ്ഞാലും പിന്നെ ഒരു കാര്യം അംഗീകരിക്കത്തില്ല. എല്ലാത്തിനും നിഷേധിക്കും. ഭയങ്കര അഹങ്കാരം. അവർ കഴിഞ്ഞ് ആരുമില്ലെന്നാണ് അവരുടെ വിചാരം. മൂന്നാമത്തെ അത്യാഗ്രഹം. പണത്തിനോടൊക്കെ ഇവർക്ക് ഭയങ്കര അത്യാഗ്രഹമുണ്ട്. അടുത്തത് അടിച്ചുമാറ്റലാണ്. നാലാമത്തെ. എന്ത് കിട്ടിയാലും അടിച്ചുമാറ്റം. പെണ്ണിനെ കിട്ടിയാലും ധനം കിട്ടിയാലും സത്ത് കിട്ടിയാലും ജന്മിയുടെ ഒക്കെ പൈസയൊക്കെ എല്ലാം സ്ഥലമൊക്കെ അടിച്ചുമാറ്റിയ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. ജന്മി കുടിയാൻ സമ്പ്രദായങ്ങളും അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്. പിന്നെ അതുപോലെ നോക്കൂലി നമുക്കറിയാം. ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവന്റെ പൈസ അടിച്ചു മാറ്റുന്നതാണ് നോക്കൂലി. ഇതൊക്കെ ചെയ്യുന്ന അസുരന്മാരാണ് ഓർത്തോളൂ.